ഇങ്ങനെ പണിയിട്ട് മാറിയിട്ടാണ് ഞാൻ പറഞ്ഞു ഒരു സ്റ്റീലിന്റെ ബൗളിലിട്ട് കൊടുത്ത മോളെ ഒരു ഇത്തിരി അടുത്തിട്ട് കൊടുത്തേ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കാണേണ്ട വിഷയം മാത്രമേ പറയൂ. പോയ കൂട്ടർക്കെല്ലാം കുട്ടിയെ ഇഷ്ടമായി, വീട്ടുകാരും ഇഷ്ടമായി. ഓർക്ക് നമ്മുടെ ഇഷ്ടമായതുകൊണ്ടാണ് ഓർ വരുന്നത്, അല്ലെ വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ വന്നാൽ പിന്നെ നമ്മൾ ആൾക്കാർ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഒടുക്കം 4 ലീവിലെ അങ്ങനെയാണോ ഇത്? അച്ഛൻ വരുന്നില്ല അപ്പൊ ഓൻ വരുന്ന ദിവസോ ഓൻ പെണ്ണാണോ പോവോ? നമ്മൾ ആരെങ്കിലും കൂടെ പോവാം. നമുക്ക് ഇതെന്നായോണ്ട് നമ്മൾ അന്നെ അന്വേഷിക്കും. അന്നെ അന്വേഷിക്കും. അവരോട് പറയാം ഇപ്പം വരാൻ പറയാൻ പറ്റും, ഇപ്പൊ പറയാം, ഇപ്പൊ വൈകാൻ പറയുന്നത്. എല്ലാത്തിനും പോകണം, നമ്മളാരും പോകണം, അശോട്ടുണ്ടാകണം. ഇത്ര ഉറപ്പിട്ടാണ് ചോദിക്കാൻ പറ്റുന്നവരുണ്ടാകും. പെണ്ണ് ചോദിക്കാൻ പറ്റുന്നവർക്ക് കൂടെ പോകണം. ഇത് നമ്മൾ കണ്ട് സംസാരിച്ചതിന് ശേഷം നമ്മളോട് ചോദിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് നമ്മൾ പെണ്ണ് ചോദിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം വേണം. നമ്മള് രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് രാവിലെ സുരേഷുണ്ട് സുരേഷുണ്ട് ഇതില്ലേ ചെക്കൻ്റെ അധികാരം പ്രോഗ്രസ് ഇവിടെ അടയാളം കൊടുക്കുന്ന 200 ആളാണ് പിള്ളേർ പരസ്പരം സംസാരിക്കാൻ अच्छा 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 ഇല്ല മോതിരം മറിക്കലാന്ന് പറയുന്നേ. അതെ, ഓൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം ഒരു 3 ദിവസം 4 ദിവസം ലീവ് ഉണ്ടാവും. അതിന് വരുന്ന മംഗലം പിന്നെ നമുക്ക് ഡിസംബറിലാണ് ലീവ്, ജനുവരി മാസം ലീവ് കിട്ടുമ്പോൾ നമുക്കാക്കാം. ഇപ്പം നമ്മളൊരു ഉറപ്പിച്ച് വെച്ചാൽ ഒരു ഇഷ്ടപ്പെട്ട് അവർ അയക്കണമെന്ന് പറയുന്നു, നമ്മൾ എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് വെച്ചാൽ പിന്നെ അവർക്ക് ഫോണിൽ വിളിക്കുകയോ സംസാരിക്കുകയോ പരിചയപ്പെടുകയും ചെയ്യാലോ. അല്ലെങ്കിൽ മംഗലാമ്പുഴ കുട്ടികളൊക്കെ പരിചയം വരണ്ടേ? സജ്ജനെല്ലാം അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. അല്ല അച്ഛാ, ഓൻ ഫോട്ടോ കണ്ടിട്ട് ഫേസ്ബുക്കിൽ സംസാരിച്ച അച്ചാച്ചൻ അറിയില്ലെന്നുണ്ട്. അതെ, തീരെ അറിയാണ്ട് ഓനറിയാണ്ട് എങ്ങനെയാണെന്നുള്ളതല്ലേ ചേച്ചി? കുഞ്ഞു വന്ന് കണ്ട് അവരിഷ്ടപ്പെട്ടതിന് ശേഷമുള്ള കാര്യം ഇപ്പം പറഞ്ഞേ ഉള്ളൂ. നമ്മളതിന് തയ്യാറാവണം. നമ്മളപ്പോഴത്തേക്ക് അവൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് മുന്നൊക്കെ റെഡി ആവണ്ടേ എന്നുള്ള രീതി പറഞ്ഞേ ഉള്ളൂ. കുഞ്ചുവിന് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. മാറിയാലോ അച്ഛനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. സാധ്യത ആയിന്ന് വിചാരിക്കണ്ട, പിള്ളേരൊന്നും ആയില്ലാന്ന് വിചാരിക്കണ്ട. അവർക്കും ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. നമ്മൾ സംസാരിച്ച് അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവന് 3-4 ദിവസം ലീവ് ഉണ്ടാവും. ആ സമയത്ത് അപ്പോഴത്തേക്ക് അത് ഉറപ്പിച്ചു പോരെ.
ഒരു 25 അതോടാക്കി വെച്ചിട്ടോ രതി വരും അശോക് 25 വേറെ ആരുമില്ല എന്നാ മതി അതെ 2 പ്ലേറ്റ് വെച്ചാൽ മതി. ഇവർക്ക് നമ്മള് പറഞ്ഞിട്ട് വരുന്നതാണ്. എന്നാലും നിങ്ങളോട് പറയുന്നില്ല എന്റെ വീട്ടിൽ വരുന്നുണ്ട് അവര് ചായ കുടിക്കാൻ പാടില്ല. പക്ഷെ ഇവര് വീട്ടിലേക്കാ വരുന്നത്. ഇവർക്ക് പോയാൽ തന്നെ ഇളനീരിന്റെ ജ്യൂസും പക്കോടയും അതന്നെ അത് ഞാൻ കുടിച്ചിട്ടാ വന്നത്. സഞ്ജയിന്റെ പെണ്ണാണ്ട് ഒരു പ്രപ്പോസൽ പോയപ്പോ ഒരു കക്ഷി വീടുകയാണ് ഞാൻ വേണ്ടിയില്ല. റൂമിലെ വീട്ടിൽ പോകുന്നത് ഞാൻ തന്നെ ആരെന്നറിയാം. അതാണ് നമ്മുടെ സോമന്റെ മോളെ കല്യാണം കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഡോക്ടറുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങി. കൊമറിയുടെ കാണിച്ചതിന് അപ്പൊ ഡോക്ടർ എന്താ തുടങ്ങിയത്. പക്ഷെ ജാതി നോക്കുന്നില്ല എന്ന് പറഞ്ഞത് പോയി. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണ് വയസ്സ് അഞ്ചിന്റെ അതേ വയസ്സ്. ഇത് പറഞ്ഞിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളായിട്ട് നമ്മൾ കാണുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാനിക്കും. വീട്ടിൽ വരും. കേട്ടാ അങ്ങനെയാണെങ്കിൽ ശ്രീജ വന്നാല് ശ്രീജ ശ്രീജ വന്നാല് ശ്രീജിയായി സാരംഗായി മിന്നുവായി ദീപല്ലേ. രാവിലെ വന്നോട്ടു. രാവിലെ ഒന്ന് മോനെ കാണിക്കണേനോട്ടാ അവനെ കാണിക്കണ്ട അല്ല നമ്മള് നോക്കാം നാളെ അവന്റെ കണ്ടീഷൻ നോക്കിയിട്ട് അല്ല നീ നോക്കി രാവിലത്തെ നോക്കിയിട്ട് പോകാം. മോന്റെ കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞു. അതെനിക്കറിയില്ല. ഇപ്പൊ പറയുമ്പോ ഞാൻ അറിയില്ല. അല്ല അയാള് പറഞ്ഞു വ്യത്യാസം വേണ്ട. വന്നിട്ട് പോയ പോലെ അങ്ങനെയാലും മതി. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോന്ന് അന്വേഷിക്കണം. അല്ല അന്വേഷിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞ് വ്യത്യാസം ഉണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ കൊണ്ട് കാണിക്കണം. ചെന്നാലും കാണിക്കാന്ന് പറഞ്ഞു. ചോക്ലേറ്റ് തിന്നമ്മ ആർക്കാ കൊടുത്ത ചോക്ലേറ്റ് ആർക്കാ കൊടുത്ത തിന്ന കുക്കോ പോലും ദാവു എന്ന് പറയുന്ന സാരംഗിനിയാന്ന് ദാവു. ആളുള്ള കൂട്ടം ഇവന്റെ അടുത്തൊരു സാധനം പിടിച്ചേട്ടേ നീ കുറവാവുന്നേ മറ്റേ വാച്ച് ഉപയോഗിക്കും. ഇവൻ എന്നോടാ പറഞ്ഞേ അതിപ്പോ എന്ത് പറഞ്ഞാലും ഓനെ രക്ഷപ്പെടാൻ പറയും. ഒന്നിക്ക് ശ്രീജനെ പറയും അല്ലെ സാരംഗനെ പറയും. അത്രയാവുന്ന കണ്ടാല് അപ്പാടെ ഡോക്ടർ പറയും. ഡോക്ടർ പറയും ഞാൻ ശ്രീജക്ക് ഉള്ള പറയാൻ അപ്പോഴും മാറ്റി പറയും. അല്ല ചെയ്യുന്നില്ല ഡോക്ടർ പറയും. ഡോക്ടർ കഴിക്കാൻ കഴിയില്ലെന്നാണ് അറിയാം. ഡോക്ടർ തന്നു. അപ്പൊ ഇതിപ്പോ നാളെ രാവിലെ കിട്ടുകയല്ലേ ഇപ്പം പഠിച്ചേ അല്ല ഇന്ന് പറഞ്ഞാ നാളെ രാവിലെ കിട്ടുന്നുണ്ടെങ്കിൽ റെഡി ഉണ്ടെങ്കിൽ വാങ്ങി വെച്ചോടാ. അവരെ സ്റ്റാൻഡേർഡ് സൈസിൽ നോട്ടപ്പം. അപ്പൊ അത് കഴിഞ്ഞില്ലേ 8-ാം തീയതി